ഡ്യുവൽ സിം ചെറുകഥ 2013 ജൂൺ 3 ചൊവ്വാഴ്ച. കാലവർഷം എല്ലാ കൊല്ലത്തേക്കാളും ഇത്തവണ അധികമാണ്. അതുകൊണ്ട് ഇന്നും കളക്ടർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ മാഷായി ജോലി കിട്ടിയതിൻ്റെ അതിയായ സന്തോഷത്തിൽ ഒഴിഞ്ഞ ക്ലാസ് മുറികളെ ഒന്നൊന്നായി നോക്കി വരാന്തയിലൂടെ ഞാൻ മെല്ലെ നടന്നു. മഴ തോരുന്ന ലക്ഷണമില്ല. കുടയും പിടിച്ച് സ്കൂൾ ഗ്രൗണ്ടിന് എതിർവശമുള്ള ചായക്കട ലക്ഷ്യമാക്കി പള്ളിമുറ്റത്തുകൂടെ ഞാൻ നടന്നു. പ്രിൻസിപ്പൽ അച്ഛൻ്റെ ഓഫീസിന് മുന്നിൽ കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന നീല നിറമുള്ള കാർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കാണാത്ത മട്ടിൽ ചായ എന്ന എൻ്റെ പ്രഥമ ഉദ്ദേശത്തിലേക്ക് ലക്ഷ്യം വച്ച് കാറിൻ്റെ അരിയിലൂടെ ഞാൻ മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു വിളി വന്നു. ഒരു സ്ത്രീ ശബ്ദം. ആ സ്ത്രീ ശബ്ദം പണ്ടെനിക്ക് വളരെ സുപരിചിതമായിരുന്നു. കാറിൻ്റെ ഗ്ലാസ് മുഴുവനായും താഴ്ത്തിക്കൊണ്ട് അവൾ എന്നെ നോക്കി ചിരിച്ചു. മഴയത്ത് അവളുടെ മുഖം അവ്യക്തമെങ്കിൽ കൂടെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. എന്നിട്ടും ഞാൻ മനസ്സിലാകാത്ത മട്ടിൽ പേര് ചോദിച്ചുറപ്പിച്ചു. അതിന് മറുപടി എന്നോണം അവൾ പറഞ്ഞു, "ഓ, മറന്നിട്ടില്ല. പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു താനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു എന്ന്. അല്ലെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അച്ഛന് വലിയ കാര്യമായിരുന്നല്ലോ നിന്നെ." ഞാൻ അവളുടെ വാദോദരാതെയുള്ള സംസാരം കേട്ടുകൊണ്ട് നിന്നു. അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. കല്യാണത്തിന് ശേഷം ഞാനും പുള്ളിക്കാരൻ്റെ കൂടെ അയർലൻഡിന് പോയി. 3 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് നാട്ടിലേക്കുള്ള വരവ്. പുള്ളി തിരിച്ചുപോയി. അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുനാൾ ഇവിടെ തന്നെ കാണും. അസൂയ മൂത്തതുപോലെ മഴയ്ക്ക് ശക്തി കൂടി. മഴത്തുള്ളികൾ കുടയിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദം കാരണം അവൾ പിന്നീട് പറഞ്ഞത് പകുതിയും എനിക്ക് മനസ്സിലായില്ല. തന്നെ കാണുമ്പോൾ തരാനായി കരുതി വച്ചിരുന്നതാണ് ഈ പൊതി. ഒരു പൊതി എൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഉച്ചയൂണിന് ശേഷമാണ് ഞാൻ ആ പൊതി തുറന്നു നോക്കിയത്. ഒരു പെർഫ്യൂം, പിന്നെ ഒരു മൊബൈൽ ഫോൺ, ഇടത്തരം വിലയുള്ള ഒരു ഡ്യുവൽ സിം ഫോൺ, പിന്നെ കുറേ ചോക്ലേറ്റുകൾ. പ്രിൻസിപ്പൽ അച്ഛനോട് ചോദിച്ചിട്ട് അല്പം നേരത്തെ തന്നെ സ്കൂളിൽ നിന്നും ഇറങ്ങി. സ്കൂൾ പരിസരത്ത് നിന്നും അല്പം ദൂരെ മാറി ഒരു മൊബൈൽ കടയിൽ ചെന്ന് പുതിയൊരു സിം കണക്ഷൻ എടുത്തു. ഭാര്യ അറിയാതെ വീട്ടിൽ കൊണ്ടുപോയി അത് ഭദ്രമായി സൂക്ഷിച്ചു വച്ചു. 1.5 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം എല്ലാവരും ഉറങ്ങി എന്നുറപ്പി വരുത്തിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ ഞാൻ മുറിക്ക് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് കൂട്ടായി മഴയും പെയ്തു തുടങ്ങി. മൊബൈൽ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് ക്ലോക്കിൽ നോക്കി മൊബൈലിൽ സമയം സെറ്റ് ചെയ്തു. രാത്രി 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. ശബ്ദമുണ്ടാക്കാതെ കിടപ്പുമുറിയിലേക്ക് ഞാൻ തിരിച്ചു കയറി. മെല്ലെ ഞാൻ ഭാര്യയെ തട്ടി വിളിച്ച് ഉണർത്തി. ഉറക്കച്ചടവോടുകൂടി അവൾ എന്നെ നോക്കി. അവൾക്ക് നേരെ ഞാൻ ആ ഫോൺ നീട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു, "ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി." ഉറക്കച്ചടവിൽ അവൾ എന്നെ നോക്കി ആത്മാർത്ഥമായി ചിരിച്ചു. ഇന്ന് വരെ ഞാൻ കൊടുത്തതിൽ വച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം, വിശ്വാസത്തിൻ്റെ സ്നേഹസമ്മാനം, ഒരൽപ്പം വിശ്വാസവഞ്ചനയുടെയും. ഡ്യുവൽ സിം ചെറുകഥ. കഥ വിവരണം സത്യരാജ്.